സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. അങ്ങനെ അത് അവസാനിച്ചു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. നിനക്കിത് വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവനെപ്പോലൊരു മരക്കഴുത. നീ എന്തിനത് ചെയ്തു? അറിയാതെ പറ്റിപ്പോയതാ. എസ് എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് എസ് ശരൺ, അപ്പോ തൊപ്പിയുടെ യൂട്യൂബിന് വിലക്ക് വീണു അല്ലെ? ചകല വീണു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അതിന് ചങ്ങല വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, പരാതികളാണ് ഈ നിഹാദ്, തൊപ്പി എന്ന നിഹാദിനെതിരെ നേരത്തെ ഉയർന്നിരുന്നത്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. എടാ, നീ ആദ്യം നന്നായി, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്കും. അങ്ങനെ ഈ ലഹരി ഇടപാടുകൾ നടത്തി, ഒപ്പം തന്നെ ഈ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള അനവധി പരാതികളുണ്ടായിരുന്നു. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുണ്ടാവുകയും വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു അഭിഭാഷകന്റെ പരാതി ആലുവ റൂറൽ സൈബർ പോലീസിന് ലഭിക്കുന്നത്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ആ പരാതിയിൽ നിഹാദിനെതിരെ കേസ് എടുക്കുന്നു. അതിൽ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതായത് IT ആക്ടിന് പുറമെ BNSലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരുന്നത്. പറ്റുന്ന പണിക്ക് പോയാ പോരെ. നിരോധിക്കണം. ഈ കേസിലാണ് ഇപ്പോൾ നിഹാദിന്റെ യൂട്യൂബ് ചാനലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. പോലീസ് ഈ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് യൂട്യൂബിന് നൽകുകയായിരുന്നു. കഴിഞ്ഞ കാലയളവിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ വഴി എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂട്യൂബ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമാക്കാം. ഞാൻ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് രമേശ ഈ വഞ്ചകന്റെ കാര്യത്തിൽ ഉളിവെച്ചത്. ഈ വൃത്തികെട്ടവൻ ഒച്ചത്തിൽ കറിഞ്ഞ ആളെ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും ഈ കേസ് എടുത്തതിന് പിന്നാലെ ഈ തൊപ്പി ഒളിവിൽ തുടരുകയാണ്. ഇയാളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഞാൻ എവിടെയോ ആണ്, പക്ഷെ എനിക്ക് എന്തോ പേടിയാകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എടാ, നിനക്ക് ഞാനില്ലടാ. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്നവരല്ലേ. ഇതിനിടയിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഇയാൾ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും കണ്ടുക്കാൻ പറ്റില്ല, ഞാൻ പോണേണ്. തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വ്യാജ പരാതികളാണെന്നുള്ളതാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ആലുവ റൂറൽ സൈബർ പോലീസ്. ഇപ്പോൾ ഈ നിഹാദിനെതിരെ, തൊപ്പിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളാണ്. പോലീസ് ചോദ്യം ചെയ്യാൻ തപ്പിയെടുക്കുന്നതിന് മുമ്പ് വല്ല കുണ്ടിലോ കുഴിയിലോ പോയി ഒളിച്ചോ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്നത്. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. എന്തായാലും നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് കോടതിയിൽ എതിർത്തിട്ടുണ്ട്. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ തൊപ്പി എന്ന നിഹാദിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? അത് നല്ല അടികൊള്ളാത്തതിന്റെ വല്ല കാര്യമുണ്ടോ? തൊപ്പി വെച്ച് നല്ല കാര്യമൊക്കെ ചെയ്തിരുന്നെങ്കിൽ വല്ല ഇതേപോലെ വിളിച്ച് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ജീവിതമാണ് എനിക്ക് ഇഷ്ടം. ആദ്യം നിന്റെ കണ്ണി കണ്ടന്മാരെ വിളിച്ച് വീട്ടിലെത്തിയുള്ള കള്ളുകൂടി കമ്പനി അവസാനിപ്പിക്കും. അപ്പൊ തന്നെ നിന്റെയൊക്കെ വീട്ടിലെ പാതി പ്രശ്നം തീരും. ഇതേപോലെ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോയോണ്ടല്ലേ ഇപ്പോൾ ഉള്ള യൂട്യൂബും പോയി. താനിക്കൊന്നും അതിനുള്ള അർഹതയില്ലടോ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട്